അനുകൂലമായി സുപ്രീം കോടതിയിലെ ഹർജികളിൽ കക്ഷി ചേരാൻ ബിജെപി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ. രാജസ്ഥാൻ, മഹാരാഷ്ട്ര, അസം സംസ്ഥാനങ്ങളാണ് കക്ഷി ചേരാൻ അനുമതി തേടിയത്. ശരത് ലാൽ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. വിവരങ്ങൾ എന്തൊക്കെ? വഖഫ് ഭേദഗതി ബില്ലിനെതിരെ 122ഓളം ഹർജികളാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഇതുവരെ സമർപ്പിക്കപ്പെട്ടത്. മുസ്ലിം ലീഗ് മുതൽ CPI വരെ ഈ നിയമത്തിനെതിരെയുള്ള ഹർജികളുമായി സുപ്രീം കോടതി സമർപ്പിച്ചിരിക്കുകയാണ്. ഈ 22-ാം തീയതിക്ക് ശേഷം ഈ കോടതി ഇത് എടുക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് BJP സംസ്ഥാനങ്ങൾ ഇതിനെതിരെ അനുകൂലിച്ചുകൊണ്ട് ഒരു ഹർജിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി ഹിസാറിൽ നടത്തിയ ഒരു പ്രസംഗത്തിനെ തുടർന്നാണ് BJP സർക്കാരുകൾ വളരെ വ്യക്തമായ രീതിയോടെ 3 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഹർജി നൽകുന്നു. മറ്റ് സംസ്ഥാനങ്ങളും ഹർജിയിൽ കക്ഷി ചേരുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഇത് BJPയും പാർലമെന്റിന് ശേഷം BJP ഇതര കക്ഷികളും തമ്മിലുള്ള ഏറ്റുമുട്ടലായി സുപ്രീം കോടതി ഇതിൽ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. 22-ാം തീയതി ഹർജിക്കെതിരെ തന്നെ കേന്ദ്ര സർക്കാർ തടസ്സ ഹർജി തന്നെ ഫയൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇപ്പം BJP സർക്കാരുകൾ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള നിയമം ഇന്നേ വരെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം പൗരത്വ ഭേദഗതി പോലും സംസ്ഥാന സർക്കാരുകൾ BJP സർക്കാരുകൾ ഇന്നേ വരെ അനുകൂലിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ വന്നിരുന്നില്ല. അപ്പൊ അജാതയമാണ് ഇത്തരമൊരു ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ BJP അനുകൂല സംസ്ഥാന സർക്കാരുകൾ ഹർജിയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് കക്ഷി ചേരാൻ വേണ്ടിയിട്ട്. ശരി, ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.